അപ്പൊ തുടങ്ങാം അല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. 1 2 3 4. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാല് ഡെലിവറി കഴിഞ്ഞിട്ട് എന്റെ ആദ്യത്തെ എപ്പിസോഡാണ്. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാ? സോ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുമ്പോൾ നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സോ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുമ്പോൾ അബദ്ധത്തിലല്ല, മനഃപൂർവ്വം. ഒറ്റയ്ക്കല്ല ഞാൻ ഇരിക്കുന്നത്. എന്റെ കൂടെ രണ്ട് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. കൂട്ടിയിട്ട് ശരിയാവണില്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടാം. ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. നൺ അതർ ദാൻ അവർ ഓൺ സൂപ്പർ ഹീറോ ടൊവിനോ തോമസ്. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം, ലൂസ് മോഷൻ. ആൻഡ് ബാലു വർഗീസ്. ടൊവിനോ എന്തെങ്കിലും നമ്മളോട് വാർണിംഗ് കൊടുത്തിരുന്നോ ഈ ഷോനെ കുറിച്ച്? എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. So guys, this is Oxygen Presents Poly Money Show. നമ്മുടെ കൂടെ ഇരിക്കുന്നത് ബൈജു. എങ്ങനെ? ആരെങ്കിലും റെഡി? ആക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ എപ്പിസോഡ്. അതെ, ഈ ഇടയ്ക്ക് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടെൻഷനുണ്ട്. ബിക്കോസ് ടെൻഷൻ വേണ്ടല്ലോ. വേണ്ട എന്നെ കണ്ട ഒരു 2 കുട്ടികളുടെ അമ്മയാന്ന് പറയാം. ഇതിലും പേര് ഞാൻ സുന്ദരിയല്ലേ ഏട്ടാ. പിന്നെ മിസ് കേരള മത്സരം നടക്കുമ്പോ പോകാൻ മറക്കല്ലേ. ടൊവിനോ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ടൊവിനോ. അപ്പൊ ടൊവിനോ ചിരിച്ചപ്പോ കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ടു പോകുന്ന പോലെ തോന്നി. ശ്രീനിക്ക് എന്തോ ആവാം ആക്ച്വലി, ലൈക് പാർട്ടി ഹാർഡ് which I can't do. മനസ്സിലായോ? എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ഓക്കെ, ഇനി നമുക്ക് സീരിയസ് ആയിട്ട് ചെയ്യാട്ടോ. ഇത് എനിക്ക് ഓവർ കോമഡി ആക്കരുത്. ഗൈസ്, നമ്മുടെ ട്രെയിലർ നമ്മൾ കണ്ടതാണ്. ഇറ്റ്സ് എ സൂപ്പർ ട്രെയിലർ. ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഹണി ബീയുടെ ഒരു ഫീലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതെങ്ങനെ മനസ്സിലായി? It's called common sense. സിനിമ ഒരിക്കലും ഹണിബിയുടെ ഒരു ഫ്ലേവറോ പരിപാടിയോ ഒന്നുമില്ല. നടക്കുന്ന മേഖല ഹണിബി ഉണ്ടായിരുന്നില്ല സെറ്റില്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഓക്കെ, പോയിന്റിലോട്ട് വരാം. അപ്പം ഞാൻ എന്താ പറയുക? എനിക്കും പിടികിട്ടാത്തത്. മൊത്തം കൺഫ്യൂഷൻ ഇല്ല സാർ. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ജോളി ആയിട്ടുള്ള ലൈറ്റ് ക്യാപ്പ്. പക്ഷെ ജാനിമൻ അല്ലെങ്കിൽ നമ്മുടെ ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. ഒരു മിനിറ്റ്, സോറിടാ. ഒന്ന് പറയും. പക്ഷെ ജാനി വേണം ഇത് എഡിറ്റ് ചെയ്യണോട്ടോ. ഇത് നീ വേഗം കാണിക്കേ. അല്ല, കറക്റ്റ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സെറ്റിനകത്തൊരു സെറ്റ് ഇരിക്കുകയാണ്. അപ്പൊ ആ സെറ്റിനകത്തുള്ള ഒരു സെറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സെറ്റായിട്ടാണോ ഇരുന്നത്? അല്ല, സെറ്റ് മിസ്സാ. അല്ല മച്ചി, അത് ഇക്കാക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. അതല്ല പറഞ്ഞത്. അല്ല, ഈ സെറ്റ് ഇപ്പൊ ഇതൊരു സെറ്റാണ്, അതിന്റെ അകത്ത് വേറൊരു സെറ്റ്. അപ്പൊ ഈ സെറ്റിലാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പൊ അറിയാണ്ട് ഈ സെറ്റിൽ പോയി നിങ്ങൾ സെറ്റാണെന്ന് വിചാരിച്ച് സെറ്റായിട്ടുണ്ടോ? പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പഴക്കം വെച്ച് പൊട്ടിക്കും. അപ്പൊ അടുത്തത് മെമ്മറി ഗെയിം ആണ്. സോ ഐ ഗൈസ് റെഡി? നിങ്ങൾ ട്രെയിലർ കണ്ടിരുന്നോ നടികരുടെ? കണ്ടിട്ടുണ്ടല്ലോ. അതിനാണ് ഞാൻ ചായ തന്നത്. ചായ ഇസ് സംതിങ് നമ്മുടെ ബ്രെയിനിലേക്ക് അത് പോയിട്ട് ചായ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. ചേട്ടന്റെ നോട്ടം ഡാഷ്. ആ ഡാഷിൽ ഒരു ഭയങ്കര വാക്കുണ്ട്. ആ വാക്കിലാണ് എല്ലാം ആ പഞ്ചിരിക്കണത്. മനസ്സിലായോ? ചേട്ടന്റെ നോട്ടം വരെ എനിക്ക് ഓർമ്മയുണ്ട്. പാസ്സാണോ? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. അപ്പൊ കാണാം. See you, bye. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ, ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്.